അവിടെ ആയിട്ട് അതിന് എല്ലാ വണ്ടിയും പണി വരുന്നു, ബൈക്ക് സ്കൂട്ടി എല്ലാ വണ്ടിയും പണി വരുന്നു. പിന്നീട് ബുള്ളറ്റിൻ്റെ അടുത്തുള്ള ക്രൈസ് കൊണ്ട് അതിലോട്ട് മാറിയതാണ്. അതിൽ വന്ന് തുടങ്ങിയതിന് ശേഷം പിന്നെ എനിക്ക് അത്യാവശ്യം ആദ്യമേയൊക്കെ വണ്ടി കുറവായിരുന്നു, ആഴ്ചയിൽ ഒരു വണ്ടി, 2 ദിവസം കൂടുമ്പോൾ ഒരു വണ്ടി, പിന്നെ ഡെയിലി ഒരു വണ്ടി, അങ്ങനെ ഒന്ന് അറിഞ്ഞറിഞ്ഞ് ആൾക്കാർ വന്നു തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പലരും വന്ന് ചോദിച്ചു തുടങ്ങി. അതായത് അവിടെ സ്കൂട്ടി ബൈക്ക് എല്ലാം കൂടെ ഒരുമിച്ചായിരുന്നു, അപ്പോൾ അതിനുള്ള സ്പേസും ഇല്ല. അപ്പോൾ ചോദിച്ചു എന്താ ഇവിടെ ബുള്ളറ്റ് പണിയുമോ? അപ്പോൾ അതായത് ഞാൻ പണി തുടങ്ങി 4-5 കൊല്ലം കഴിഞ്ഞിട്ടും അപ്പോൾ ഞാൻ ഇതിന് മുമ്പ് ഒരുപാട് വണ്ടി റീസ്റ്റോർ ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും എൻ്റെ പ്രൊഫൈൽ വീഡിയോ ഒരുപാട് വണ്ടിയിൽ കിടപ്പുണ്ട്, ഒരുപാട് വണ്ടി പോസ്റ്റ് ചെയ്തിട്ടില്ല, സമയം കിട്ടാറില്ല. അപ്പോഴത്തേക്ക് പലരും വന്ന് ഇങ്ങനെ ചോദിക്കും. ചിലപ്പോൾ നമ്മൾ ഇതേപോലെ റീസ്റ്റോർ ചെയ്ത് വണ്ടി സൈഡിൽ വെച്ചേക്കിരിക്കും, ഇല്ലെങ്കിൽ എഞ്ചിൻ പണിയിരിക്കും. അപ്പോൾ വന്നിട്ട് ചോദിക്കും കേബിൾ മാറും, ഓയിൽ മാറും, ചെയിൻ ഡേറ്റ് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അവർക്ക് അറിയത്തില്ല. അപ്പോൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് അവർ പറയും ഇല്ല, എല്ലാ വണ്ടിയും ഉള്ളതുകൊണ്ട് ശ്രദ്ധിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ചോദിച്ചതെന്ന് പറയും. അപ്പോൾ അങ്ങനെയാണ് പിന്നെ എനിക്കൊരു ആശയം തോന്നിയത്, എന്തുകൊണ്ട് ബുള്ളറ്റിന് വേണ്ടി മാത്രം ഞാൻ എന്തായാലും ബുള്ളറ്റേ പണിയുന്നുള്ളൂ, ഇങ്ങോട്ട് കട മാറ്റിക്കൂടാ. അങ്ങനെയാണ് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കട മാറ്റിയത്. അപ്പോൾ എന്തായാലും ബുള്ളറ്റ് മാത്രം ഡെഡിക്കേറ്റ് ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു അത്യാവശ്യമല്ലേ ഇവിടെ ഈ ഒരു ഏരിയയിൽ ബിസിനസ് ഉണ്ടല്ലോ. അതുകൊണ്ട് അത്യാവശ്യം തിരക്കേടില്ലാതെ വണ്ടി വരുന്നുണ്ട്. ചില സമയത്ത് നമുക്ക് വർക്ക് കുറവായിരിക്കും, അത് എല്ലാ ഫീൽഡിലും അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്നു. ചില സമയത്ത് ഒരുപാട് പക്ഷേ അല്ല, നമ്മൾ ചെയ്യുന്ന വർക്ക് നല്ല 100% ചെയ്യുന്ന അതിലൊരു സംശയം. എനിക്ക് ഞാനൊരു കാര്യം പറയാം, ഞാനിവിടെ ഇത് തുടങ്ങിയ സമയം മുതലേ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ആദ്യമൊക്കെ ഇവിടെ വണ്ടി വളരെ കുറവായിരുന്നേ. പക്ഷെ ഇപ്പൊ ഞാൻ തന്നെ ചെയിൻ മാറ്റാനായിട്ട് കുറച്ച് ദിവസമായിട്ട് നടക്കുവാണ്. അത്രയും തിരക്കാണ്. പക്ഷെ കുഴപ്പമില്ല, കാരണം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു വേറെ സ്റ്റാഫിനെ എടുക്കുന്നില്ല, ഒരു ഫിനിഷിംഗ് ഉണ്ടാവില്ല, സത്യമാണ് കേട്ടോ. പക്ഷെ ഇതിന്റെ ഒരു കൈ ഉള്ളത് കൊണ്ട് തന്നെ പക്ഷെ ഫ്യൂച്ചറിൽ നമുക്ക് ഒരാളും കൂടെ എടുക്കണം, അങ്ങനെ പ്ലാൻ ഉണ്ട്. പക്ഷെ ഇപ്പൊ തൽക്കാലത്തേക്ക് എന്തായാലും ചെയ്യുന്നില്ല. കാരണം നമുക്ക് ആദ്യമേ ഒരു നെഗറ്റീവ്, ആദ്യമേ ഒരു ഇത് വേണ്ട, നമ്മളെ വിശ്വസിച്ച് വണ്ടി ഏൽപ്പിക്കുമ്പോഴത്തേക്ക്. പിന്നെ എന്താണ്, വണ്ടിയാണ്, ആര് ചെയ്താലും കംപ്ലൈൻ്റ് ഒക്കെ വരാം, ആരും വലിയവനൊന്നുമല്ല. പിന്നെ നമ്മളെ ഭാഗത്ത് കൊണ്ടുവരുമ്പോഴത്തേക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളത് കൈ ഒഴിയത്തില്ല, നമ്മളത് ഉത്തരവാദിത്തോടെ ചെയ്തെടുത്ത് ക്ലിയർ ആയി കൊടുക്കും. ചെയിൻ സ്പോക്കറ്റ് മാറാനുണ്ടായിരുന്നു, ചെറിയ ചെറിയ വർക്കുകൾ പൊതുവെ ഇവിടെയാണ് കൊടുക്കുന്നത്. ഇപ്പൊ ഈ അടുത്ത് ഈ കട തുടങ്ങിയതിനു ശേഷം ഇവിടെ. അതിന് മുന്നേ വേറെ സ്ഥലത്തല്ലേ കൊടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു, പല സ്ഥലങ്ങളിൽ പോകേണ്ടി വന്നു. ഒരു 10-15 കിലോമീറ്റർ അപ്പുറം. 15 കിലോമീറ്റർ അപ്പുറം. അതാണ് ഇപ്പൊ ചേട്ടൻ ഇവിടെ അടുത്ത് തന്നെ. ഇവിടെ തന്നെ. അപ്പോൾ പിന്നെ നമുക്ക് അല്ലേ എളുപ്പമാണ് ഇവിടെ വന്ന്. ഷിജിന്റെ പണി എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, നന്നായിട്ട് പോകുന്നത്. ഞങ്ങൾ വിറ്റൊരു വണ്ടിയാണ് ഇത്. ഓക്കെ. ഇതിപ്പോ ഈ രീതിയിലാക്കി വെച്ചിട്ടുണ്ട്. അതെ, അത്രേ ഉള്ളൂ.